മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ കാരുണ്യ സിന്ധു കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ കാരുണ്യ സിന്ധു ഞങ്ങൾ കരളിന്റെ പൂക്കൾ നീ പാദതാര കാണിച്ചു കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. ഇന്ന് നമുക്കായിട്ട് ക്ലാസ്സിന് വേണ്ടി എത്തിയിരിക്കുന്ന അശ്വതി മാമിനെ ഒത്തിരി സ്നേഹത്തോടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി തോട്ട് ഫോർ ദ ഡേ ആണ്. The secret of getting ahead is getting started. I repeat, the secret of getting ahead is getting started. You can't achieve your goals or finish a project without taking that initial first step. Overthinking or waiting for the perfect moment often leads to procrastination. So, this quote serves as a reminder to simply begin. Taking action builds momentum and turns overwhelming dreams into manageable realities. Thank you. Welcome, ma'am. ഓക്കെ, താങ്ക് യു. ഞാനൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, അത് ചെയ്തായിരുന്നോ? ഓഫീസ് മാനേജ്മെന്റില് തന്നായിരുന്നില്ലേ? തന്നിരുന്നു മാം. ചെയ്തോ? ഇന്ന് മാമിന്റെ ക്ലാസ് ആണെന്നറിയില്ലായിരുന്നു. ഒരു 5 മിനിറ്റ്സ് കണ്ട ഞങ്ങളിപ്പോ ചെയ്യാം. ചെയ്യാം മാം. ടീനയുടെ വീട് എവിടെയാ? എന്റെ സ്വന്തം വീട് ചെറായി, മാരീഡ് ടു ഞാറയ്ക്കൽ. എവിടെ പഠിച്ചത്? ഡിഗ്രി സെന്റ് സേവിയേഴ്സ് ആലുവ. ഏതായിരുന്നു ബാച്ച്? ഏതായിരുന്നു? ഏത് സബ്ജക്ട്? ഞാൻ ഡിഗ്രി കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആയിരുന്നു. PG ലിറ്ററേച്ചർ ആയിരുന്നു, ഇംഗ്ലീഷ്. സമയം എപ്പോഴായിരുന്നു? സമയം 2010 ഡിഗ്രി, 12 PG. 10 to 13 ആയിരുന്നോ ഡിഗ്രി? 10 to 13 പറയാം. 12 മാസം. മാം അവിടെയായിരുന്നോ? ഞാൻ അവിടെ ആയിരുന്നു. എനിക്ക് ടീനെ അന്ന് കണ്ടപ്പോ നല്ല പരിചയം തോന്നി. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണെന്ന് തോന്നി പെട്ടെന്ന്. സ്റ്റേജിൽ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കുമായിരുന്നോ? ഉണ്ട്. പിന്നെ ഫസ്റ്റ് PGന്റെ റെപ്പായിരുന്നു. സ്റ്റേജിൽ ഒരുപാട് പ്രാവശ്യം കയറുമായിരുന്നു. മാമിന്റെ പേരെന്തായിരുന്നു? നിങ്ങളുടെ ഹെഡിന്റെ പേര്? ഡിഗ്രിക്ക് മോളി മാം ആയിരുന്നു. PG ലിൻസി മാം ആയിരുന്നു. മാം ഏതായിരുന്നു? ഞാൻ മലയാളമായിരുന്നു. 2009-12. ആണോ? അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത്. എന്റെ ജൂനിയർ ആണല്ലേ ശരിക്കും പറഞ്ഞാല്.
ആ ഒരു അതെ അതെ. കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ആണല്ലേ? അയ്യോ പക്ഷെ എനിക്കും മാമിന് മുഖം പരിചയം, പക്ഷെ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അന്ന് ടീന മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മാസ്ക് ഊരിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാനൊന്ന് സങ്കല്പിച്ചു, ആ യൂണിഫോമിൽ ഒന്ന് ഇമാജിൻ ചെയ്തു. അപ്പോഴാണ് ചുരുണ്ട മുടിയൊക്കെയല്ലേ. അതെ അതെ. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റാ സിവിൽസില്. സ്പെഷ്യലി നമ്മുടെ ഡിസംബറിലെ കാരൽ സിംഗിങ്ങിന് ഭയങ്കര ക്രിസ്മസിന്റെ അപ്പൊ ഞങ്ങളായിരുന്നു എപ്പോഴും ഈ പ്രോഗ്രാമിനൊക്കെ കേറാനായിട്ട്. അതെപ്പോഴും ഏത് ബാച്ച് വന്നാലും അങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റില്. ഓക്കെ. അപ്പൊ സന്തോഷം അതറിഞ്ഞേര്. എനിക്ക് സന്തോഷമായി. ഞാനെന്താണ് വീട് ആദ്യം ചോദിച്ചേ. വീട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ എവിടെയാണ് അവിടെ പക്ഷെ ട്രാവലിംഗ് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. മാമിന്റെ വീട് അവിടെ തന്നെയാണ്, പറവൂർ തന്നെയാണോ? എന്റെ പറവൂരാ വീട്. ട്രാവലിംഗ് ഉണ്ട്, ദൂരം ഉണ്ട്, ആലുവ വരെ എത്തണ്ടേ. അതെ അതെ അതെ. എനിക്ക് ഇവിടെ നിന്ന് ചെറായി ഒരു ഞാൻ ഓർക്ക് ഇപ്പൊ നമുക്ക് ആ ലേഡീസിന്റെ ഒരു അലവൻസ് കിട്ടിയല്ലോ ഓർഡിനറി ബസ്സില് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ഫെയർ വേണ്ടാന്നുള്ളത് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു. അതെ അതെ. ഓക്കെ. അപ്പൊ ഞാനൊരു 10 മിനിറ്റ് തരാം, നിങ്ങൾ ഒന്ന് ചെയ്യൂ കേട്ടോ. അതിനകത്തൊന്ന് ആക്ടിവിറ്റി ഇല്ലേ, അതൊന്ന് ചെയ്ത് നോക്കിയേ. എല്ലാവരും തന്നെ ചെയ്യൂ. മാം ഏതാണ്? ഞാൻ ഇപ്പോഴാണ് കേറിയത്. ആക്ടിവിറ്റി ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നില്ലേ സിന്ധു, ഒരു ഓഫീസ് മാനേജ്മെന്റിന്റെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാനായിട്ട്. ശരി ശരി ശരി. താങ്ക് യു. ശരി. മാം ഇതെങ്ങനെ എന്ത് ചെയ്യാനാണ്? ഐ വാസ് ആബ്സെന്റ്. ഞാൻ ഉണ്ടായിരുന്നില്ല. അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞില്ലേ എന്താണെന്ന്?
ഹലോ ഹലോ പറഞ്ഞോ സുജിത. അത് എന്ത് ചെയ്യാനാ മാം? അതിന്റെ മീനിങ് എഴുതിയാൽ മതി. ഫുൾ പ്രസന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ മീനിങ് എഴുതാം, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല, സോറി. ഫുൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നേ, ഓക്കെ അത് ഓക്കെ. എഴുതിയാൽ മതി. മോർണിംഗ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നേ, അത് ഇത്. എഴുതി കഴിഞ്ഞിട്ടുള്ളവര് തമ്പ് ചെയ്യണം കേട്ടോ.
സിന്ധു കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. വായിക്കാമോ ഒന്ന്? വായിക്കാം. ഫസ്റ്റ് സിമ്പല് ടീച്ചേഴ്സ് സ്കൂളിൽ പ്രസന്റ് ആകണതിന്റെ ഇതാണല്ലോ മിസ്സേ. എന്താണ്? സ്കൂളിൽ നമ്മള് ടീച്ചേഴ്സ് പ്രസന്റ് ആബ്സെന്റ് ഒക്കെ ആകണ സിമ്പൽ അല്ലേ? അത് സ്റ്റുഡൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, നോൺ ടീച്ചിങ് സ്റ്റാഫ് ആവാം കേട്ടോ. അങ്ങനെ 3 പേർക്ക് കേട്ടോ. ഓക്കെ. എല്ലാരും. അപ്പൊ ഫസ്റ്റ് വന്നത് ഫസ്റ്റത്തെ സിമ്പല് ഫുൾ പ്രസന്റ്. രണ്ടാമത്തെ മോർണിംഗ് പ്രസന്റ്. അതിന്റെ മീനിങ് ഒന്ന് പറയാമോ? ഫുൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫുള്ളായിട്ട് എല്ലാവരും ഹാജരായിട്ടുണ്ട്, ഇതാണ് ഫുൾ പ്രസന്റ്. രണ്ടാമത്തെ മോർണിംഗ് പ്രസന്റ് രാവിലെ മാത്രം ഹാജരായിരിക്കണം. മൂന്നാമത്തെ ആഫ്റ്റർനൂൺ പ്രസന്റ് ഉച്ചക്ക് ശേഷം ഹാജരായേക്കണത്. പിന്നെ മോർണിംഗ് സ്പോട്ട് രാവിലെ മാത്രം സ്പോട്ട്. അത് എന്താ ഉദ്ദേശിക്കണേ? അതായത് ഒരു പർട്ടിക്കുലർ ടൈമില് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടില്ലേ, സ്കൂളിലേക്ക് വരും, ചിലപ്പോ രാവിലെ ആയിരിക്കും, രാവിലെ ആണല്ലോ വരുന്നത് സ്കൂളിലേക്ക്, രാവിലെ വരും, ഒരു പീരീഡ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോ വീട്ടിലോട്ട് തിരിച്ചു പോകും, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകാം. അതിനെയാണ് മോർണിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. അതായത് രാവിലെ കുറച്ചു നേരം മാത്രം പ്രസന്റ് ആയിരിക്കുക, ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രം എന്ത് ചെയ്യുക, പ്രസന്റ് ആയിരിക്കുന്നതാണത് മോർണിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് മോർണിംഗ് ആബ്സെന്റ്. രാവിലെ ആബ്സെന്റ് ആയിരിക്കും, ആഫ്റ്റർനൂൺ പ്രസന്റ്, ഉച്ചക്ക് ശേഷം പ്രസന്റ് ആയിരിക്കും. ചില കുട്ടികളുണ്ടല്ലോ രാവിലെ പോകാനായിട്ട് പറ്റില്ല, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചിലപ്പോ സ്കൂളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആഫ്റ്റർനൂൺ സ്പോട്ട്. അതുപോലെ ഉച്ചക്ക് കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. അത് തന്നെ, ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ, സ്പെസിഫിക് ടൈമിൽ മാത്രം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ. മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ആബ്സെന്റ്. മോർണിംഗില് പ്രസന്റ് ആയിരിക്കും, ആഫ്റ്റർനൂൺ ആബ്സെന്റ് ആയിരിക്കും. നെക്സ്റ്റ് മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ്. മോർണിംഗ് പ്രസന്റ് ആയിരിക്കും, ആഫ്റ്റർനൂൺ ലീവ് ആയിരിക്കും. അതായത് ചില സമയത്ത് ഈ ലീവ് എന്ന് പറഞ്ഞാലേ, ചില സമയത്ത് സ്കൂൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. എല്ലാ കുട്ടികളെയും ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ചില PTA മീറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട് പറഞ്ഞു വിടാറില്ലേ? എല്ലാ കുട്ടികളെയും ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ അവധി പെട്ടെന്നായിരിക്കും അല്ലെ? അതായത് മുൻകൂട്ടി ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല, ചിലപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ പെട്ടെന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായുള്ളൂ എന്ന് കുഞ്ഞുങ്ങൾ വന്ന് പറയാറുണ്ട് അല്ലെ? അതാണ് കേട്ടോ ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. മോർണിംഗിൽ ലീവ് ആയിരിക്കും, ആഫ്റ്റർനൂണില് പ്രസന്റ് ആയിരിക്കും. അതായത് രാവിലെ ഉണ്ടാവില്ല, നേരെ തിരിച്ചാണ്, രാവിലെ സ്കൂൾ ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അങ്ങനെ. ഓക്കെ. നെക്സ്റ്റ് ഫുൾ ഡേ ലീവ്. ഫുൾ ഡേ ലീവ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫുൾ ഡേ ലീവ് എന്താ? ബിന്ദുവിന് കിട്ടി, സിന്ധുവിന് കിട്ടിയത് എന്താ? ചില ദിവസങ്ങളിൽ എന്തെങ്കിലും അവധി കാര്യം അങ്ങനെയാണോ? അതെ, അവധിയാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, മുഹറം അല്ലെ, അങ്ങനെ കുറെ അധികം അവധികൾ നമുക്ക് വരാറുണ്ട് അല്ലെ. പിന്നെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ അതായത് ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ബർത്ത്ഡേസ് അല്ലെ, കുറെ അധികം ഇതില്ലേ, മന്നം ജയന്തി അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ, ശ്രീനാരായണ ഗുരു ജയന്തി, അതിനൊക്കെ ക്ലാസ് ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ അതാണ് ഫുൾ ഡേ ലീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഫുൾ ഡേ ആബ്സെന്റ്. അതായത് ഒരു രാവിലെയും വൈകുന്നേരവും വന്നില്ല, രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും വന്നില്ല, അതാണ് ഫുൾ ഡേ ആബ്സെന്റ്. ഫുൾ ഡേ ആബ്സെന്റ്. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എല്ലാവർക്കും മനസ്സിലായി? നമ്മൾ എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എടുത്തത്?
നിർത്തിയത് എവിടെയാ? ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു മാം. ഫാക്ടേഴ്സ് ഇതിലെടുക്കണം. ആ ഓക്കെ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ് എടുത്തായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണ് കേട്ടോ. ആദ്യത്തേത് വർക്ക് ഫാക്ടർ ആണ്. വർക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് സിമ്പിൾ ഓർ കോംപ്ലക്സ്, അതായത് ആളുകൾക്ക് കൊടുക്കുന്ന ജോലി ചിലപ്പോൾ സിമ്പിൾ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സ് ആവാം. അത് നോക്കിയിട്ടാണ് സ്കൂളിന്റെ പ്ലാനിങ് നടത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ടൈം ഓപ്പറേഷൻ ഓർ റെപ്പിറ്റേറ്റീവ്, അതായത് എത്ര സമയമാണ് ഒരു ജോലിക്ക് വേണ്ടത്, ആ ജോലി തുടർച്ചയായിട്ട് വരുന്നതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. രണ്ടാമത്തത് സ്റ്റാഫ് ഫാക്ടർ ആണ്. സ്കിൽസ് ഓഫ് ടാലൻസ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്, അതായത് സ്കൂളിലുള്ള സ്റ്റാഫുകൾ അവരുടെ കഴിവുകൾ എന്താണ്, അതിനനുസരിച്ചിട്ടായിരിക്കും അവർക്ക് ജോലി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ആനുവൽ ഡേ വന്നെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സ്കൂളിന്റെ എന്തെങ്കിലും ഒരു യൂത്ത് ഫെസ്റ്റിവലോ കാര്യങ്ങളോ ഒക്കെ വന്നെന്ന് വിചാരിക്കാം. അപ്പൊ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യണമല്ലോ, കുട്ടികളായിരിക്കുമല്ലോ പ്രോഗ്രാമുകൾ കൂടുതൽ കണ്ടക്ട് ചെയ്യുക. അപ്പൊ അവരെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടാകും ഇല്ലേ? ഓരോ ടീച്ചർമാർക്ക് ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവില്ലേ? ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ, പാട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു ടീച്ചർ ഉണ്ടാവും. അപ്പൊ ഈ ടീച്ചേഴ്സിന് എന്തുണ്ടായിരിക്കണം? എബിലിറ്റി ഉണ്ടായിരിക്കണ്ടേ, സ്കിൽ ഉണ്ടായിരിക്കണ്ടേ? ഇപ്പൊ ഡാൻസ് അറിയാത്ത ടീച്ചറെ ഡാൻസ് പഠിപ്പിക്കാൻ നിർത്തി എന്ത് സംഭവിക്കും? പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല അല്ലെ? ഒന്നും അറിയാൻ പറ്റില്ല കുട്ടികൾക്ക് അല്ലെ? അപ്പൊ ഓരോ ടീച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, എക്സ്ട്രാ ടാലന്റുകൾ ഉണ്ട് പഠിപ്പിക്കുന്നതിന് പുറമെ തന്നെ. അപ്പോ അത്തരത്തില് ആ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഡാൻസ് പഠിപ്പിക്കാൻ അറിയുന്ന ഒരു ടീച്ചറിനെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പാട്ട് പാടാൻ അറിയാൻ അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കാൻ അറിയുന്ന ടീച്ചറെ കുറച്ച് കുട്ടികൾക്ക് പാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഓരോ സ്റ്റുഡൻസിന്റെയും ടാലന്റ് അല്ലെങ്കിൽ സ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പ്ലാനിങ് നടത്തുക. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഫാക്ടർ ആണ് കേട്ടോ. യൂസ്ഫുൾനെസ് ടു ദ സ്റ്റുഡൻസ്, അതായത് എത്രമാത്രം ഉപകാരപ്രദമാണ് സ്റ്റുഡൻസിന്, അതായത് പ്ലാനിങ് നടത്തുന്നതിലൂടെ എത്രമാത്രം ബെനിഫിറ്റ് സ്റ്റുഡൻസിനുണ്ട് അത് നോക്കുന്നതാണ് കേട്ടോ. പിന്നെ സ്റ്റുഡൻസിന് മാത്രമല്ല ടീച്ചേഴ്സിനായാലും കമ്മ്യൂണിറ്റിക്കായാലും എത്രമാത്രമാണ് പ്ലാൻ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. നാലാമത്തതാണ് ടൈം ഫാക്ടർ ആണ്. അർജൻസി ഓഫ് ദ പ്ലാൻ ആണ്. അതായത് ഒരു പ്ലാൻ എത്ര കാലം കൊണ്ട് നടപ്പിലാക്കണം. ചിലപ്പോൾ ലോങ് ടൈം പ്ലാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ടേം പ്ലാൻ ആയിരിക്കാം. അതിന് ഒരു കാലയളവുണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോ എത്ര മാത്രമാണ് അതിന്റെ അർജൻസി, എത്ര കാലം കൊണ്ട് ഇത് നടപ്പിലാക്കണം എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും. അഞ്ചാമത്തത് എക്യുപ്മെന്റ് ഫാക്ടർ ആണ്. മെറ്റീരിയൽസ്, മെഷീൻസ് ആൻഡ് സ്പേസ്. അതായത് ഒരു പ്ലാൻ നമ്മൾ നടപ്പാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വേണം, മെഷീനറീസ് വേണം, പിന്നെ ആവശ്യമായിട്ടുള്ള സ്ഥലം വേണം. ഇതാണ് എന്ത് എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഘടകങ്ങളാണ് ഒരു പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ. സ്കൂളിനെ സംബന്ധിച്ച് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഇത്രയും ഘടകങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അത് സ്കൂള് മാത്രമല്ല കേട്ടോ, ഏതൊരു സ്ഥാപനമാണെങ്കിലും പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി നിങ്ങൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. ആരാ റീഡ് ചെയ്യാ? സനിൽ ഒന്ന് റീഡ് ചെയ്തേ. Okay, ma'am. Financial assistance. Reliant upon the strength of the school, the teacher is entrusted with the work of fees collection. Even when except the principal or the head of the institution, other teachers will not be given the work of salary, disrobement, or making financial decisions. Financial management emphasizes the aspects of school finance, budgeting, and accounting procedures. The control and management of school finance is the major responsibility of a school head. School finance is assigned to the money needed to pay staff, maintain the institution, and keep services going.
Budget refers to a financial plan for a year. It includes the expected revenue and expenditure for each year. Accounting refers to the record keeping information about income and expenditures showing the net loss or surplus. Financial responsibilities of the school head. The following are the major financial responsibilities of the school head. Post 1, to prepare school financial policy or school budget. Then to supervise whether the allocations in the school budget are spent in accord with the financial regulations and logistics. Then to collect earnings such as tuition fees, caution deposit, exam fees, uniform fees, and so on. Next is to see whether records are carefully kept for all items of expense. Then to see whether payments are made to teachers, staff, and others. Next, to see whether a good system of accounting is correctly maintained. So the teacher gets work of fees collection only. The fees are collected in the following heads. അത് വേണ്ടല്ലോ മാം? വേണ്ട ഞാൻ പറഞ്ഞോളാം. അപ്പൊ നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം സാമ്പത്തികപരമായിട്ടുള്ള സഹായത്തെയാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Reliant upon the strength of the school, the teacher is entrusted with the work of fees collection. അതായത് സ്കൂളിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് കുട്ടികൾ, അതായത് ഫീസ് കളക്ട് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ടീച്ചർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ കൂടുതൽ കുട്ടികളുള്ള സ്കൂളാണെങ്കിൽ ഫീസ് കളക്ട് ചെയ്യുന്നത് കൂടുതൽ ടീച്ചേഴ്സ് ആവും. കുറവാണ് സ്ട്രെങ്ത് എങ്കിൽ അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സും അതിനനുസരിച്ചുള്ള കുട്ടികളും ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, ഫീസ് കളക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പ്രിൻസിപ്പളിനെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള, അതായത് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ എന്താ പറയാ ഹെഡ് മാസ്റ്റർ, ആ വ്യക്തി, അത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ, ആ വ്യക്തിക്ക് ഒഴിച്ച് മറ്റുള്ളവർക്ക് ആർക്കും തന്നെ സാലറി ഡിസ്റോബ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശമ്പള വിതരണം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിഷൻ, സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ എന്താ പറയാ അധികാരമില്ല എന്ത് ചെയ്യാനായിട്ട്, അതായത് പ്രിൻസിപ്പളിന് ഒഴിച്ച് മറ്റ് ടീച്ചർമാർക്ക് ശമ്പളം വിതരണം ചെയ്യാനോ, ഡിസ്റോബ്മെന്റ് എന്ന് പറഞ്ഞൊരു സപ്ലൈ ആണ് കേട്ടോ, അതായത് ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനോ മറ്റു ടീച്ചേഴ്സിന് അധികാരമില്ല. നിങ്ങളുടെ PG ക്ലാസ് തുടങ്ങിയായിരുന്നോ? PG എങ്ങനെയുണ്ട്? ഇന്നലെയാണോ സ്റ്റാർട്ട് ചെയ്തത്? ഇന്നലെയാ മാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? കുറച്ച് ടഫാണെന്ന് തോന്നുന്നു. അതിനകത്ത് മെയിൻ ആയിട്ട് കുറേയധികം കാര്യങ്ങള്, യൂണിറ്റ് 3 ആണ് കേട്ടോ. നിങ്ങൾക്ക് പാർട്ട് 4ഉമായിട്ട് അത് കണക്ട് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്, നമ്മൾ മനസ്സിലാക്കി റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. കുറെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പലതരത്തിലുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ പറയുന്നത്. പലതരത്തിലുള്ള രജിസ്റ്ററുകൾ വരുന്നുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈസിയാണ്. കുറച്ചും കൂടി, അതായത് കുറച്ചധികം വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും കുറച്ചും കൂടി ഈസിയാണ്. പോകെ അത് പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ അതിലൊന്ന് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് എന്താണ്, സാലറി വിതരണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഇതൊക്കെ എടുക്കുന്നത് എന്താണ്, കൂടുതലായിട്ടും ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. മറ്റു ടീച്ചേഴ്സിന് ഇതിനൊന്നും അവകാശമില്ല. അവർക്ക് ചില ജോലികൾ കൊടുക്കും, ആ ജോലികൾ ചെയ്യാൻ മാത്രമാണ് അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഇനി എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എംഫസൈസ് ദ ആസ്പെക്ട് ഓഫ് സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഊന്നൽ നൽകുന്നത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നത് സ്കൂൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് സ്കൂളിന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സ്കൂളിന്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ സ്കൂളിന്റെ അക്കൗണ്ടിംഗ് പ്രൊസീജിയർ. ഇത് മൂന്നുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. The control and management of school finance is the major responsibility of school head. നമുക്കറിയാം ഒരു സ്കൂൾ ഫിനാൻസ് അല്ലെങ്കിൽ സ്കൂളിന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ കോർഡിനേഷൻ ഒക്കെ നടത്തുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? സ്കൂൾ ഹെഡിന്റെ ഉത്തരവാദിത്വം. മേജർ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? സ്കൂൾ ഹെഡിനാണ് ഉള്ളത്. നമ്മൾ വിചാരിക്കും അവര് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല,
അവർക്ക് നല്ലൊരു പൊസിഷനാണ്, അല്ലെങ്കിൽ നല്ല സാലറി കിട്ടുന്നുണ്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾ കരുതും. പക്ഷെ അങ്ങനെയല്ല, ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് അവർക്കുള്ളത്. അതായത് പ്രത്യേകിച്ചും ഈ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, സ്കൂളിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആർക്കാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി? സ്കൂൾ ഹെഡിനാണ്. അപ്പൊ ഇതിന്റെ മാനേജ്മെന്റ് അവരുടെ പ്രതിനിധിയായിട്ട് ഒരു സ്കൂൾ ഹെഡിനെ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ നിയമിക്കുന്നു. എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? സ്കൂൾ ഹെഡാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ആർക്കാണ് ഉത്തരവാദിത്വം? സ്കൂൾ ഹെഡിനാണ് കേട്ടോ. മെയിൻ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സ്കൂൾ ഹെഡിനാണ്. അതെപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കാം. Then school finance is assigned to the money needed to pay staff, maintain the institution and keep service going. എങ്ങനെയാണ് സ്കൂൾ ഫിനാൻസ്? നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പണം ആവശ്യമാണ്. അതുപോലെ തന്നെ സ്കൂളിനും എന്ത് ആവശ്യമാണ്? പണം ആവശ്യമാണ്, അല്ലെ? പണം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കൂളിന്റെ ഫങ്ഷനിങ് സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. അപ്പൊ സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത് പണമാണ്. പണം എന്തിനൊക്കെയാണ് സ്കൂളിന് ആവശ്യമായിട്ട് വരുന്നത്? നീഡഡ് ടു പേ സ്റ്റാഫ്, അല്ലെ? അതായത് ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാനായിട്ട്, സാലറി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പണം ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെ? അതായത് സ്കൂളിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് എന്ത് വേണം? പണം വേണം, അല്ലെ? സ്കൂൾ വണ്ടികൾ ഉണ്ടെങ്കിൽ അതിൽ പെട്രോളോ ഡീസലോ ഒക്കെ അടിക്കണ്ടേ? അതിന് പണം ആവശ്യമല്ലേ? ആണോ? ഡേ ടു ഡേ ഫംഗ്ഷൻ അല്ലേ അത്? ആണ്. പിന്നെ മീൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മീൽസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ ആവശ്യമാണ്? പണം ആവശ്യമാണ്. ഇലക്ട്രിസിറ്റി ഉണ്ട്, പ്ലംബിംഗ്, വെള്ളമുണ്ട്, അല്ലെ? ഇതിനൊക്കെ എന്ത് വേണം? പണം ആവശ്യമാണ്, അല്ലെ? കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകുമല്ലോ അവര്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ വീട് എങ്ങനെയാണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെയാണ് ഒരു സ്കൂളിനെ പ്രവർത്തിക്കാനായിട്ട് പണം വേണം. അപ്പൊ ഇത്തരത്തിലുള്ള പണങ്ങള് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മണി നമ്മൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺട്രോളിംഗ് സംവിധാനമാണത് സ്കൂൾ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്കൂള് പ്രവർത്തിക്കുന്നതിനും സ്റ്റാഫുകൾക്ക് ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവും. അവർക്കൊക്കെ സാലറി കൊടുക്കുന്നതിന് എന്ത് വേണം? പണം വേണം. ഇനി എന്താണ് ബഡ്ജറ്റ് എന്ന് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് റെഫേഴ്സ് ടു എ ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ എ ഇയർ. നമുക്കറിയാം, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള സാമ്പത്തികപരമായിട്ടുള്ള പദ്ധതിയാണ്. അതായത് നീണ്ട ഒരു വർഷത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾക്ക് എത്ര പണം മാറ്റിവെച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയില് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? പാർലമെന്റിലും നിയമസഭയിലൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഫിനാൻഷ്യൽ മിനിസ്റ്റർ, അതായത് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്ന കാര്യമാണ് എന്താണ്? കൃഷി മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര പണം മാറ്റിവെച്ചു, അല്ലെ? വ്യവസായ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര പണം മാറ്റിവെച്ചു, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇത്ര പണം മാറ്റിവെച്ചു, ഹെൽത്ത് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇത്ര പണം മാറ്റിവെച്ചു, അല്ലെ? അങ്ങനെ കേൾക്കാറില്ലേ നമ്മള്? ഉണ്ടോ? കേൾക്കാറുണ്ട്, അല്ലെ? അപ്പൊ എത്ര പണം അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്ലാൻ തയ്യാറാക്കി? അപ്പൊ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, അല്ലെ? ഇപ്പൊ ഒരു PTA മീറ്റിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആനുവൽ ഫംഗ്ഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അല്ലെ? അങ്ങനെ കുറെ അധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മണി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് സ്കൂളിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ എക്സ്പെക്ടഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ഈച്ച് ഇയർ. അപ്പോ അതിനകത്ത് പ്രത്യേകം പരാമർശിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? സ്കൂളിന് ആ വർഷം കിട്ടുന്ന വരുമാനം എത്രയായിരിക്കാം, അതവര് മുൻകൂട്ടി പ്രതീക്ഷിച്ച് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 1 കോടിയാണ് സ്കൂളിന് കിട്ടുന്നത് എന്ന് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവരവിടെ മെൻഷൻ ചെയ്യും 1 കോടി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പിന്നെ എക്സ്പെൻഡിച്ചർ, വരവ് മാത്രമല്ല കേട്ടോ, അതായത് റവന്യൂ, വരുമാനം മാത്രമല്ല, ചെലവുണ്ട്. അപ്പൊ 1 കോടിയാണ് കിട്ടുന്നതെങ്കിൽ ചിലപ്പോ 50 ലക്ഷം എന്ത് ചെയ്യാം? ചെലവായി പോവാം. അപ്പൊ ഇത്ര ലക്ഷം രൂപ ചെലവായി പോകാമെന്ന് അവിടെ മെൻഷൻ ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിലാണ് എന്ത് ചെയ്യുന്നത്? മെൻഷൻ ചെയ്യുന്നത്.
ഇനി എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. അക്കൗണ്ടിങ് റെഫേഴ്സ് ടു ദ റെക്കോർഡ് കീപ്പിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഷോയിങ് ദ നെറ്റ് ലോസ് ഓർ സർപ്ലസ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡ് കീപ്പിംഗ് ഇൻഫർമേഷൻ ആണ്. അതായത് നമുക്ക് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്കൂളിനെ സംബന്ധിച്ച് സ്കൂൾ പ്രതീക്ഷിക്കുന്ന വരുമാനം എത്രയാണ്, സ്കൂൾ പ്രതീക്ഷിക്കുന്ന ചെലവ് എത്രയാണ്, ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നഷ്ടമാണോ ലാഭമാണോ എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പല സ്ഥാപനങ്ങളിലും അക്കൗണ്ടന്റുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ, അക്കൗണ്ടിങ് പ്രൊസീജിയർ നടക്കാറുണ്ട്. അവർ വന്നിട്ട് എന്ത് ചെയ്യും, കണക്കുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ആ സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്ന് അവർ പറയും അല്ലെ. അങ്ങനെയല്ലേ പല ഓർഗനൈസേഷനിലും നടക്കുന്ന അക്കൗണ്ടിങ് സംവിധാനത്തില്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ക്ലിയർ അല്ലേ, മനസ്സിലായോ? യെസ്. ഇനി എന്താണ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ് എന്ന് നമുക്ക് നോക്കാം. ദ ഫോളോവിങ് ആർ ദ മേജർ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ്. താഴെ പറയുന്നതാണ് പ്രധാനപ്പെട്ട സ്കൂൾ ഹെഡിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കേട്ടോ. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. ആദ്യം എന്ത് ചെയ്യണം, ഒരു ഫിനാൻഷ്യൽ പോളിസി അല്ലെങ്കിൽ ഒരു സ്കൂൾ ബഡ്ജറ്റ് ആര് തയ്യാറാക്കണം, സ്കൂൾ ഹെഡ് റെഡിയാക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് ടു സൂപ്പർവൈസ് വെദർ ദ അലോക്കേഷൻ ഇൻ ദ സ്കൂൾ ബഡ്ജറ്റ് ആർ സ്പെൻഡ് ഇൻ അക്കോർഡ് വിത്ത് ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് ലോജിസ്റ്റിക്. അതായത് സ്കൂളിന്റെ ഫിനാൻഷ്യൽ റെഗുലേഷനും ലോജിസ്റ്റിക്കിനും അനുസരിച്ച്, അതായത് അവരുടെ സ്കൂളിന്റെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ട് എന്തിനൊക്കെയാണ് പണം മാറ്റിവെച്ചിരിക്കുന്നത് അതിനു വേണ്ടി മാത്രം വിനിയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, സ്കൂൾ ഹെഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വെച്ചു എന്ന് വിചാരിക്കാം. ആ പൈസ എടുത്ത് വണ്ടിയിൽ ഡീസൽ അടിക്കാനായിട്ട് ഉപയോഗിച്ചു. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? ആണോ? അല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് ആരാ, അതായത് എന്തിനാണോ തുക മാറ്റി വെച്ചിരിക്കുന്നത് അത് അതിനു വേണ്ടി തന്നെയാണോ ചെയ്തതെന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്, സ്കൂൾ ഹെഡിനുണ്ട്. അത് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്, സ്കൂൾ ഹെഡാണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ടു കളക്ട് ഏർണിംഗ്സ് സച്ച് ആസ് ട്യൂഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീ, യൂണിഫോം ഫീ ആൻഡ് സോ ഓൺ. പിന്നെ പലതരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് ട്യൂഷൻ ഫീസ് ആകാം, കോഷൻ ഡെപ്പോസിറ്റ് ആവാം, എക്സാം ഫീസ് ആവാം, യൂണിഫോം ഫീസ് ആവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒക്കെ നിയന്ത്രണം ആർക്കാണ്? ഫീസ് കളക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആണ്, പക്ഷെ അതൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ആർക്കാ, ഹെഡിനാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഫീസുകൾ കളക്ട് ചെയ്യേണ്ടത് സ്കൂൾ ഹെഡ് ആണ്. നെക്സ്റ്റ് വൺ ടു സീ വെദർ റെക്കോർഡ്സ് ആർ കെയർഫുള്ളി കെപ്റ്റ് ഫോർ ഓൾ ഐറ്റംസ് ഓഫ് എക്സ്പെൻസ്. അതായത് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട്, ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങൾക്കാണ് 1 രൂപയെങ്കിൽ 1 രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ടത് സ്കൂൾ ഹെഡ് ആണ്. ഓക്കെ, അപ്പോ എല്ലാത്തരം സ്കൂളിൽ ഉണ്ടാകുന്ന എല്ലാത്തരം ചെലവുകൾ അതിന്റെ രേഖ സൂക്ഷിക്കേണ്ടത് ആരാണ്, സ്കൂൾ ഹെഡ് ആണ്. നെക്സ്റ്റ് ടു സീ വെദർ പേയ്മെന്റ്സ് ആർ മെയ്ഡ് ടു ടീച്ചേഴ്സ്, സ്റ്റാഫ് ആൻഡ് അതേഴ്സ്. അതുപോലെ തന്നെ പേയ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതായത് അവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് ടീച്ചേഴ്സിനാവാം, സ്റ്റാഫിനാവാം, മറ്റു പലർക്കൊക്കെ ആകാം. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്, സ്കൂൾ ഹെഡ് ആണ്. Then to see whether a good system of accounting is correctly maintained in the school. അതുപോലെ തന്നെ ഒരു ഗുഡ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് അല്ലെങ്കിൽ നല്ലൊരു അക്കൗണ്ടിങ് സംവിധാനമാണ് സ്കൂളിൽ ഉള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, അതും സ്കൂൾ ഹെഡ് ആണ്. Then so the teacher gets the work of fees collection only. The fees are collected in the following heads. ഇനി അതുപോലെ തന്നെ ടീച്ചറുടെ വർക്ക് എന്ന് പറയുന്നത് ഫീസ് കളക്ട് ചെയ്യുന്നതാണ്. പഠിപ്പിക്കുന്നതിനേക്കാൾ പുറമെ ഓഫീസ് വർക്കായിട്ട് കൊടുത്തിരിക്കുന്ന വർക്കാണ് എന്താ, ഫീസ് കളക്ട് ചെയ്യുക. അപ്പൊ താഴെ പറയുന്ന രീതിയിലാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, ഫീസുകൾ കളക്ട് ചെയ്യുന്നത്. ഇനി നമുക്കത് നോക്കാം. ആ പേജ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ എല്ലാവരും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ, മനസ്സിലായല്ലോ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ, നോക്കി വെക്കേണ്ടതാണ്. സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചോദിക്കാം.
അടുത്ത പേജ് ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. ടീച്ചർ ടൂർ വരെ റീഡ് ചെയ്യാം. ഓപ്പണിംഗ് ഫീസ് തുടങ്ങി ടീച്ചർ ടൂർ വരെ.
കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ന്യൂസ് സജ്ജി ഒന്ന് റീഡ് ചെയ്തേ. ഓപ്പണിംഗ് ഫീസുകൾ ഒന്ന് വായിക്കാമോ? Opening fees. In this special fees, library fees, admission fees, book and notebooks fees, and other fees which are collected in the starting of the educational year will be constituted. Tuition fees or monthly fees. This is not for the tuition she is taking out of the school hours. This is only the generally monthly fees from which salary is paid. In some schools, they are receiving it as term fees. And exam fees to meet the question paper printing cost and answer paper, thread and other needs. Many of the school collected these fees are called exam fees. In total for all the exams together or separately for quarterly, half yearly and annual. Uniform fees. Generally it will be collected in the starting itself. In some schools they collect in later July. Though this collected once a year, teachers should be very careful. If it is paid in installment or calculated separately for the belt, separately for shoes and so on. Tour, functions and program. ഓക്കെ, അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഫീസുകളെ കുറിച്ചിട്ടാണ് കേട്ടോ അതിനകത്ത് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ വായിച്ചപ്പോ? എളുപ്പമല്ലേ? അതിനകത്ത് ആദ്യം വരുന്നത് ഓപ്പണിംഗ് ഫീസ് ആണ്. ഓപ്പണിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ അതിൽ സ്പെഷ്യൽ ഫീസുകള്, ലൈബ്രറി ഫീസുകള്, അഡ്മിഷൻ ഫീസ്, പിന്നെ ബുക്സ് ആൻഡ് നോട്ട്ബുക്ക് ഫീസ്, പിന്നെ മറ്റു തരത്തിലുള്ള ഫീസ് ഒക്കെയാണ് ഓപ്പണിംഗ് ഫീസിൽ ഉൾപ്പെടുന്നത് അല്ലെ. ഓക്കെ, പിന്നെ ഇത് കളക്ട് ചെയ്യുന്നത് നമുക്കറിയാം എഡ്യൂക്കേഷണൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ട്യൂഷൻ ഫീസ്. ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ഫീസ് എന്ന് പറയും. എന്താണ് ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ഫീസ്? This is not for the tuition she is taking out of the class of the school hours. This is only the general monthly fees from which salary is paid. In some schools they are receiving it as term fees. അതായത് ഇത് ടീച്ചർ ട്യൂഷൻ ഫീസ് എന്ന് കേൾക്കുമ്പോൾ ട്യൂഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ക്ലാസ്സുകൾക്ക് പുറമെ എക്സ്ട്രാ ക്ലാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫീസ് അല്ല, അത്തരത്തിലുള്ള കളക്ട് ചെയ്യുന്ന പണമല്ല ഈ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാല്. ഇതെന്ന് പറഞ്ഞാല് എല്ലാ മാസവും ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, കളക്ട് ചെയ്യുന്നതാണ്. ഇനി ചില സ്കൂളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇത് ടൈം ഫീസ് ആയിട്ട് കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ എക്സാം ഫീസ്. എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? To meet the question paper printing cost and answer paper, thread and other needs, many of the school collect these fees are called the exam fees in total for all the exam together or separately for quarterly, half yearly and annual. നമുക്കറിയാം എക്സാം ഒക്കെ എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ് അല്ലെങ്കിൽ ആൻസർ പേപ്പർ ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലെ. പിന്നെ ത്രെഡ് അല്ലെ, നമ്മുടെ പേപ്പറിൽ കിട്ടുന്ന നൂലുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഫീസിലാണ് ഉൾപ്പെടുക കേട്ടോ. പിന്നെ മറ്റ് പല ആവശ്യങ്ങൾ, ടീച്ചേഴ്സിന് പെന്നും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ എക്സാം ഫീസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സ്കൂളുകൾ എക്സാം ഫീസ് കളക്ട് ചെയ്യുന്നത് ചിലപ്പോ ടോട്ടൽ ആയിട്ട് കളക്ട് ചെയ്യാറുണ്ട്. ഇനി മറ്റ് പല സ്ഥലത്താണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ക്വാർട്ടർലി എക്സാം നടക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് കളക്ട് ചെയ്യും, ഹാഫ് ഇയർലി എക്സാം നടക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് കളക്ട് ചെയ്യും, ആനുവൽ എക്സാം നടക്കുന്ന സമയത്തും എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്, എക്സാം ഫീസ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം, യൂണിഫോം ഫീസ് ആണ് കേട്ടോ. Generally, it will be collected in the starting itself. In some schools, they collect it later July. Though this is collected once a year, teachers should be very careful if it is paid in installments or calculated separately for the belt, separately for the shoes and so on. അതായത് യൂണിഫോം ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യാറ്, യൂണിഫോം ഫീസ് കളക്ട് ചെയ്യാറ്. ഇനി ചില സ്കൂളുകളാണെങ്കിൽ ലേറ്റർ ജൂലൈ, കുറച്ചും കൂടി താമസിച്ച് ജൂലൈയിലൊക്കെയാണ് എന്ത് ചെയ്യുക, യൂണിഫോം ഫീസ് കളക്ട് ചെയ്യുക.
ഇത് വർഷത്തിൽ ഒരു പ്രാവശ്യം കളക്ട് ചെയ്യുന്നതാണ്. കാരണം ആ സ്റ്റാർട്ടിങ് സമയത്ത് മാത്രം ആവശ്യമായിട്ടുള്ള യൂണിഫോമുമായി ബന്ധപ്പെട്ടാണ്. എപ്പോഴും യൂണിഫോം വേണ്ടല്ലോ, ഒരു വർഷമൊക്കെ ഒരെണ്ണം മതി, രണ്ട് ജോഡിയൊക്കെ മതിയാവുമല്ലോ. അപ്പൊ ആ സമയത്ത് അതിനു വേണ്ടി മാത്രം കളക്ട് ചെയ്യുന്നത്. പിന്നെ യൂണിഫോം ഫീസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ടീച്ചർ നല്ല രീതിയിൽ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ചില സ്കൂളുകൾ ഇൻസ്റ്റാൾമെന്റുകളായിട്ടോ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ യൂണിഫോം ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ യൂണിഫോമിന് പുറമെ ബെൽറ്റ്, അതുപോലെ ഷൂസ്, ഇതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, പേയ്മെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത് ഫീസുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ടൂർ, ഫംഗ്ഷൻ ആൻഡ് പ്രോഗ്രാം ഫീസ്, അതൊന്നും ആരെങ്കിലും ഒരാൾ വായിക്കൂ കേട്ടോ. ഞാൻ വായിക്കാം. ആ. Tour functions and program fees. These are not fixed fees. According to the management, the teacher acts in this way. In some schools, they do not conduct any tours at all. Tours will be of 4 types: general tour or long tour. It is for a long place arranged by the correspondent, and their school is expected to participate once a year. Local tour, a place within the town like a zoo, botanical garden, circus, child film, etc. Russian kind of tour, അല്ലെങ്കിൽ outdoor class. This type is otherwise called the walking tour. The teacher takes her own class students out for a hike. Teacher tour. This tour is arranged by the correspondent. In all the above tours, the teacher is relaxed less. For the fulfillment of the teachers, the tour is arranged generally in the vacation by the management. ഓക്കെ. ടൂർ പോയിട്ടുണ്ടോ കോളേജുകളിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ? നല്ലൊരു ഓർമ്മയല്ലേ അത്? ഇപ്പോഴും പോകാൻ കൊതിയാവുന്നുണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ ആ കാലം തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ആണോ? തീർച്ചയായിട്ടും മാം. പഠിക്കുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ ഇത് ആലോചിച്ചല്ലേ, ഇത് എങ്ങനെയെങ്കിലും കോളേജ് പഠനം, സ്കൂൾ പഠനമൊക്കെ ഒന്ന് തീർത്താൽ മതി എന്നായിരുന്നു അന്ന് അല്ലെ ആലോചിച്ചിരുന്നത്. പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മള് എങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തീർന്നാൽ മതി, പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ മതി എന്ന് ആലോചിക്കും. പക്ഷെ ഇപ്പോ നമ്മൾക്ക് ആ കാലത്തേക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഉണ്ടോ? അന്ന് നമ്മുടെ ടീച്ചേഴ്സും മറ്റുള്ള ആളുകളും നമ്മുടെ പാരന്റ്സ് ഒക്കെ പറയുമായിരുന്നു, ഇപ്പൊ നന്നായിട്ട് പഠിക്കുക, ഇപ്പൊ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും, അപ്പോ കുറച്ച് കഴിയുമ്പോൾ കഷ്ടപ്പെടണ്ട, ഞങ്ങളൊക്കെ ഇത് കണ്ടൊക്കെ വളർന്നു വന്നതാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷെ നമ്മള് ചിലപ്പോ അതൊന്നും മൈൻഡ് ആക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോ എത്തുമ്പോ നമ്മൾക്ക് തോന്നുന്നു അതായിരുന്നു നല്ലത്, തിരിച്ചങ്ങോട്ട് തന്നെ പോവാൻ അല്ലെ. ഇതിപ്പോ നമ്മൾ നമ്മുടെ മക്കളോടും പറയുന്നുണ്ടാകും, നല്ല രീതിയിൽ പഠിക്കട്ടോ, ഇപ്പൊ പഠിച്ചാല് നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്താം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. പക്ഷെ അവരും എന്ത് ചെയ്യുന്നു, നമ്മളെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് വരുന്നത്. അവരും കുറച്ചു കഴിയുമ്പോൾ അവരും ഓർക്കും, ഓ പഴയതായിരുന്നു നല്ലത്. ഇതിങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ പിന്തുടർന്ന് പോരുന്ന ഒരു സംവിധാനമാണ്. ഇതിൽ നിന്ന് ആർക്കും ഒരു ചേഞ്ച് ഇല്ല ശരിക്കും പറഞ്ഞാല്. ഇതിങ്ങനെ തുടർന്ന് വന്നിരിക്കുക. അതായത് കുറച്ച് മുതിർന്ന ആളുകള് മറ്റുള്ള ജൂനിയേഴ്സിനെ ഉപദേശിക്കും, പക്ഷെ അവരത് കേട്ടില്ല. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോ തിരിച്ചങ്ങോട്ട് പോകാൻ തോന്നും. ഇതിങ്ങനെ ഒരു എന്താ പറയാ സൈക്കിള് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു ചങ്ങല പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ പറയാനായിട്ട് പറ്റും. അപ്പോ നമുക്കറിയാം, നമ്മുടെ കോളേജുകളിലായാലും സ്കൂളുകളിലായാലും ധാരാളം ടൂറുകൾ നടത്താറുണ്ട്, പിന്നെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ഒരു സെക്കൻഡ്.
ഓക്കെ, അപ്പോ ടൂറ് അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കറിയാം ടൂർ എന്ന് പറഞ്ഞാല് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ നോട്ട് ഫിക്സഡ് ഫീസ്. According to the management, the teacher acts in this way. In some schools, they do not conduct any tours at all. Tours will be 4 types. അപ്പോ ടൂറിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫീസ് അല്ല. ചില സ്കൂളുകളിൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യാതെ. ഓക്കെ, അപ്പൊ ചില സ്കൂളുകളിൽ എന്ത് ചെയ്യാറില്ല, ടൂറുകൾ കണ്ടക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, ഇതൊരു ഫിക്സഡ് ഫീസ് അല്ല കേട്ടോ. ഫിക്സഡ് ഫീസ് അല്ല എന്ന് പറയുന്നുണ്ട്. അതായത് ടൂറുകൾ കണ്ടക്ട് ചെയ്യുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് എന്ത് കളക്ട് ചെയ്യാനായിട്ട് അധികാരമുള്ളത്, ഈ ഒരു ടൂറിന്റെ ഫീസ് കളക്ട് ചെയ്യാനായിട്ട് അധികാരമുള്ളത്. അപ്പൊ ഏതൊക്കെ സ്കൂളുകളിൽ നിന്നാണ് ടൂർ പോകുന്നത് അവിടേക്കാണ് എന്ത് ചെയ്യുന്നത്, ടൂറിന്റെ ഫീസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ പോയ സ്ഥലം, അതായത് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ നിങ്ങൾ ടൂർ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്യണം. നല്ല രീതിയിൽ ഒന്ന് അത് ഷെയർ ചെയ്യുക കേട്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രസന്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ ടൂർ പോയിട്ടുള്ള? ടൂർ പോകാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും പോയിട്ടുള്ളതാണ്. സ്കൂളിൽ നിന്നാവാം, കോളേജിൽ നിന്നാവാം. അതൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടൂറിസ്റ്റിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? മാം, സ്കൂൾ മാനേജ്മെന്റും ഓഫീസ് മാനേജ്മെന്റും തരുമോ? തന്നേക്കാം കേട്ടോ. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത അശ്വതി മാമിനും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ശരി, ഓക്കെ, താങ്ക് യു.